ഒരുപാട് ടെൻഷനുള്ള ദിവസങ്ങളിലേ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മാർഗം ഫുഡടിയാണ്. അങ്ങനെ ഞങ്ങൾ ഇന്ന് വന്നെത്തിയിരിക്കുന്നത് കായംകുളത്തുള്ള ഷേക്ക് പോയിന്റിലാണ്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഓരോ ഐറ്റംസും വന്നേ. ആദ്യം തന്നെ 2 ടൈപ്പ് അൽഫാമായിരുന്നു, അതിനുശേഷം ചിക്കൻ 999. പിന്നീട് അവർ കൊണ്ടു തന്നത് 2 ടൈപ്പ് ബിരിയാണി ആയിരുന്നു. ഒന്നൊരു പ്ലെയിൻ ബിരിയാണി റൈസും പിന്നൊന്നുള്ളത് മട്ടൻ ബിരിയാണി ആയിരുന്നു. അതിനുശേഷം ഇന്നത്തെ മെയിൻ ഐറ്റം പോത്തുംകാല്. കുറച്ച് നാളായിട്ട് ഇത് കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ കഴിപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ബിരിയാണിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. മട്ടൺ ബിരിയാണി തന്നെ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം റൈസ് ഒന്ന് കുഴച്ച് വെച്ചതിന് ശേഷം മട്ടൺ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നേ. നല്ല സോഫ്റ്റ് മട്ടൺ, നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം എടുത്തത് നൂൽ പൊറോട്ട ആണ്. നൂൽ പൊറോട്ടയ്ക്ക് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ലെയറായിരുന്നു, നല്ല ക്രിസ്പിയും ആയിരുന്നു. അതിനൊപ്പം നമ്മൾ കഴിക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ആ പോത്തുംകാലിൻ്റെ മസാലയായിരുന്നേ. പിന്നീട് വേണ്ട ആ ജ്യൂസി അൽഫാം എടുത്തിട്ടുണ്ടായിരുന്നു. പേര് പോലെ തന്നെ നല്ല മീറ്റൊക്കെ നല്ല ജ്യൂസി ആയിട്ടിരിക്കുമായിരുന്നേ. അതിൻ്റെ ഒപ്പം തന്നിരിക്കുന്ന ആ 2 മയണൈസും ആയിട്ട് ചേർത്തത് കഴിച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഒരു നോർമൽ അൽഫാമും പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ കഴിക്കാനായിട്ട് എടുത്തത് ബിരിയാണിയുടെ പ്ലെയിൻ റൈസും അതിനൊപ്പം ചിക്കൻ 999 ആയിരുന്നേ. ഈ ചിക്കൻ 999 എന്ന് പറയുമ്പോഴത്തേക്ക് മധുരവും എരിവും പുളിയും എല്ലാം കൂടെ ചേർന്നൊരു ടേസ്റ്റാണ് കേട്ടോ. അതും ആ സാലഡോട് ചേർത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക സ്വാദുണ്ടായിരുന്നു അത് കഴിക്കാനായിട്ട് തന്നെ. പിന്നെ ലാസ്റ്റ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഐറ്റമായിട്ടുള്ള പോത്തുംകാലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് മുകളിലുള്ള ആ മാംസം എല്ലാം കൂടെ ആദ്യം തന്നെ ഇങ്ങനെ പിച്ചി എടുത്തിട്ടുണ്ടായിരുന്നേ. നല്ല സോഫ്റ്റ് മീറ്റായിരുന്നു കേട്ടോ. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അതിനുശേഷം ഇതിൻ്റെ മെയിൻ പരിപാടിയായിരുന്നേ ഈ കൊട്ടൽ, അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് നേരത്തെ കൊട്ടിനൊടുവിൽ നമുക്ക് കിട്ടാനുള്ള സാധനമൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ കഴിക്കുമോ എന്നുള്ളൊരു സംശയത്തോടാണ് ഇത് എടുത്തതെങ്കിലും കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ലാസ്റ്റ് പോത്തുംകാൽ ഇതാണ്ട് ഈ പരുവത്തിലാക്കി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.